അല്ല, ഒരു വഴിയേ ഉള്ളൂ. അല്ല, ഈ വഴി തന്നെയാണ്. ഈ ഡൈവേഷൻ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. എടാ, എങ്ങനെയാ കേസ് എന്ന് വെച്ചാൽ 23 ടൈഗറാണല്ലേ, 285 സ്ക്വയർ ഫീറ്റ് കണ്ടാ. 285/23 എത്രയാ? 23. 285/23 എത്രയാ? 13 എന്ന് പറഞ്ഞാല് 13 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു കടുവനെങ്കിലും കാണണം. അതുപോലും കാണാൻ പറ്റില്ല. പറയാ, ഒരു സ്ക്വയർ ഫീറ്റ് എന്നല്ലടാ ഇതില്. സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് ആരാ കാട് പറയണത്? സ്ക്വയർ കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയും ഉള്ള സ്ഥലം. ഇപ്പൊ മനസ്സിലായോ? എന്ത്, നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. എന്തല്ലേ, സുവോളജിയിലോ? നീ ഇതിലാ പഠിച്ച, കെമിസ്ട്രിയില്? പറയ്. 20 വെറുതെ ഈ റൂട്ടില് വീണ്ടും ഒരു സ്ട്രീം വരാൻ പോണെന്ന് തോന്നുന്നു. നമ്മള് വീണ്ടും താഴോട്ടാ പോണേ. ലൈറ്റർ ആരുടെയിലാണാവോ? പൊള്ളാച്ചിക്ക് ആനമലയെന്ന് 1.5 hours ജേണി. ഉണ്ട്. കാര്യം എന്താ വെച്ചാല് ആനമല ടു പറമ്പിക്കുളം 1 മണിക്കൂർ എടുത്തില്ലേ മൊത്തം. ഓക്കെ, ഞാൻ പറയട്ടെ, പറമ്പിക്കുളത്ത് അത്രേ ഉള്ളൂ. അപ്പൊ വളരെ വേഗത്തും. അപ്പൊ ഒരു പ്രശ്നമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് എത്തും. അതും ഒരിക്കലും നമുക്ക് 5:30-ക്കുള്ള വണ്ടി എന്നുള്ള പ്രശ്നമില്ല. ആനമലയിലാണ് നമ്മൾ എത്തണമെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ ആനപ്പാടിയിൽ എത്തണം അല്ലേ? അതാ ആനപ്പാടിന്ന് അടുത്ത ജംഗ്ഷൻ സേതുമട. ടോപ്പ് സ്ലിപ്പ് കഴിഞ്ഞ് സേതുമട എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായി. നേരെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് തന്നെയാ പോണ്ടേ. $1700